പാലക്കാടിന്റെ വൈബ് പറഞ്ഞ ഒരു പ്രത്യേക റേഞ്ചാണ്, ഒരു രക്ഷയില്ല. ആ മലയുടെ ചുറ്റുമാണ് ഇപ്പോൾ നമ്മളൊന്ന് റൗണ്ട് ചെയ്യുന്നത്. കണ്ടോ, ഈ ഭാഗത്താണ് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ്. നമ്മളെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യന്മാർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പോകുന്നത് അനങ്ങാമലയിലേക്ക് കേട്ടോ. പാലക്കാട് ജില്ലയിലെ തന്നെ പാലക്കാട് ഡിവിഷൻ്റെ അണ്ടറിലുള്ള അനങ്ങാമലയിലേക്കാണ്. കുറച്ച് ട്രക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം എന്താണ് ഒരു സാഹചര്യം എന്നൊക്കെ. മച്ചന്മാരെ, അപ്പോൾ നമ്മൾ ഈ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ, അവിടെ ഒരു ബോർഡുണ്ട്. കണ്ടോ, അനങ്ങാമല എക്കോ ടൂറിസം കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ്. മൺഡേ ഹോളിഡേ കേട്ടോ, തിങ്കളാഴ്ച ഹോളിഡേ ആണ്. വിസിറ്റിംഗ് ടൈം വരുന്നത് 9:30 മുതൽ 6 മണി വരെയാണ്. 6 മണി വരെ. അപ്പോൾ ഇത് ഈ വഴിയാണ്. ചെറുപ്പളശ്ശേരി നമുക്കണ്ട് കയറി കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ ഈ വഴിയാണ് പോവുക. ഇത് ഒരു ചേട്ടൻ്റെ ഷോപ്പൊക്കെ ഉണ്ട്, ചെറിയ സൈക്കിളിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഉള്ളിലിട്ടൊന്ന് പോയി നോക്കാം അല്ലേ. ഇതായിട്ട് നമ്മൾ കണ്ട ബോർഡ് കണ്ടോ ഇവിടെ, കേരള. അപ്പോൾ ഇതാണ് മച്ചന്മാരെ നമ്മൾ നേരത്തെ കണ്ട ബോർഡ്. ഇവിടെ സ്റ്റെപ്പും നല്ല മലേൻ്റെ മേലെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ വഴിയാണ്, നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇപ്പം ഏകദേശം ഉച്ച 2:30 സമയമാണ്. ഓക്കെ, പോവല്ലേ? എടാ വാ, പോവാ. ഇതോട്ടോ മല തന്നെയാണ് തോന്നുന്നുണ്ട്. അടുത്ത് നമ്മൾ സമയം കേട്ടോ, എല്ലാം വെയിലാണ്, ഒരു രക്ഷയില്ല. എടാ ചെക്കന്മാരൊക്കെ കൊപ്പായി ഊറ്റി പോണടാ, ഫുള്ള് ഞൂടാടാ, ഞൂട്. എവിടെ? അതാ കാറിൽ. നല്ല ഒരു രണ്ടും റോഡിന് ഇരുവശമായിട്ട് നല്ല വലിയ പട്ടുകൂട്ടൻ ചീനി മരങ്ങളാട്ടോ. എനിക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു ഫോറസ്റ്റ് ഏരിയ നമ്മൾ കയറി. നമ്മളന്ന് കാവാദ്വീപ് പോയതില്ലേ, എൻ്റെ മോന ഒരു കിടിലൻ സംഭവട്ടാ. ഇട്ടാണോ കിട്ടില്ല, അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ സംഗതിയാണ്. ഇവിടെ ഇവിടെ എന്തോ തോടാട്ടോ, സൈഡിൽ തോട്. പറ്റി പോകാൻ കേട്ടോ നമ്മള്. കിടിലോ ഒരു ബൈക്ക് റോഡാണെന്ന് നമുക്ക് അറിയില്ല. അച്ചു പോയപ്പോ മച്ചന്മാരെ, നമ്മൾ മലേൻ്റെ അടുത്തല്ല കേട്ടോ, അത് അടുത്തുകൂടുള്ള ഒരു ചെറിയ റോഡാണ്. അത് പോയി ജസ്റ്റ് ഒന്ന് നമുക്ക് പോയി നോക്കാം. അവിടെ ഒരു തോടൊക്കെ ഉണ്ടോ, കണ്ടോ? ആ തോടൊക്കെ വഴിയായിട്ട് കിട്ടുന്നു. വലിയ തുള്ളി വെള്ളമില്ല. അനങ്ങാമലയുടെ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അവിടുത്തെ ടിക്കറ്റിൻ്റെ റേറ്റ് എങ്ങനെയാണ്, അതേപോലെ എത്രയാണ് അവരുടെ വിസിറ്റിംഗ് ടൈമുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ പുറത്ത് പോയി കണ്ട്, പക്ഷേ ഇവിടെ എത്തിയിട്ട് തിരിച്ചും പോയി നോക്കാം. എന്താണ് കൂടുതൽ വിവരങ്ങളൊക്കെ കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ആ മലയുടെ ചുറ്റുമാണ് ഇപ്പോൾ നമ്മളൊന്ന് റൗണ്ട് ചെയ്യുന്നത്. കണ്ടോ, ഈ ഭാഗത്താണ് മണ്ണൊന്നും മുതലായിട്ടാണ്. ഒരു ചെറിയൊരു പാലം പോലെ കാണുന്നുണ്ട്. പാളമാണ്. ആ ഈഴ വിളിച്ച് പാടത്തിൻ്റെ കിടക്കാം. ഏതൊക്കെ സിനിമയിലുണ്ടോ എടുക്കാൻ പറ്റില്ല. നമ്മുടെ അടുത്ത് പേര് നടക്കണം. പാലക്കാടൻ സിനിമകൾ നമ്മൾ കണ്ട പോലെ സ്ഥലം ഏത് സിനിമകളിലുണ്ട് ഇങ്ങനെ നടല്ല.
വണ്ടി വരുമ്പോൾ വരെ പറയാം. നല്ലൊരു കിടിലൻ സ്ഥലമാട്ടോ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം അല്ലേ. നോക്കാനല്ലോ ഇത്ര ലോങ്ങില് ലെങ്ത്തില് റോഡ് കേട്ടോ. ഇത്ര ലെങ്ത്തിലൊരു പാലം അടിപൊളിയിട്ട് ഒരു രക്ഷയില്ല. മച്ചാമാരെ അനങ്ങാമലയുടെ അടുത്തുള്ള ഒരു ചെറിയൊരു പാലം കണ്ട. ആ പാലത്തിന് അടുത്താട്ടോ നമ്മൾ നിൽക്കുന്നത്. ഈ ഭാഗത്തു നിന്ന് പോയേക്കാണോ നല്ല താഴ്ചയുണ്ട്. താഴ്ത്തിട്ട് ഈ ഭാഗത്തു നിന്ന് പോയേക്കാം. ഇവിടെ ഈ പാലത്തിന്റെ താഴത്ത് ഒരു ചെറിയൊരു ഈ പാലത്തിന്റെ താഴത്ത് ഒരു ചെറിയ തോടുണ്ട്. തോട് അത് ഒഴുകി വരുന്നതാണോ ഈ ഒരു വലിയൊരു മലമുകളും ആ മലമുകളിന്റെ അടുത്ത് കൂടെ ഒഴുകി വരുന്ന ചെറിയൊരു തോട്. തോടിൽ വളരെ കുറച്ച് വെള്ളമുള്ളൂ. ഇത് വേനൽക്കാലം, ഇത് വേനലായതുകൊണ്ട് തന്നെയാണ്. അവിടെ ഒരു പോത്ത് നടക്കണം. പോത്ത് നീരാടാണ്. അപ്പൊ മച്ചാമാരെ നമ്മള് പാലക്കാടുള്ള അനങ്ങാമലയുടെ അടുത്താട്ടോ. അനങ്ങാമല ചെറുപ്പളശ്ശേരി ദൂരം നമുക്കൊരു 8 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ പുറകിൽ കാണുന്ന ഒരു നീണ്ട ഒരു വലിയൊരു പാലം തന്നെ എന്ന് പറയാം. ഇവിടത്തൊക്കെ ഫുള്ള് കൃഷിയും കാര്യങ്ങളാട്ടോ. നല്ലൊരു താഴ്ചയുണ്ട്. താഴത്ത് ഒരു വീടൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ള് വാഴന്റെ കൃഷിയും അതുപോലെ തന്നെ പന. പാടത്ത് നെല്ലല്ല കേട്ടോ, വേറെ എന്തോ ഒരു സംഗതി ഉണ്ട് ഇവിടെ. വേറെ നെല്ലല്ല, ഇത് പൂളയാണ് തോന്നുന്നുണ്ട്. പൂള കണ്ടോ, ഇത് പൂളയാട്ടോ, പൂള. ഈ സൈഡ്, ഈ പാലത്തിന്റെ ഈ ഒരു സൈഡ് തികച്ചും വ്യത്യസ്തമായിട്ട് മറ്റൊരു രീതിയിൽ ആണ്. ഈ ഭാഗത്തും കണ്ടോ നെല്ലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങ് ആ മലന്റെ മുകളിൽ അവിടെ അടുത്തായിട്ട് ഒരു പുതിയൊരു വീട് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ, ആ ഭാഗത്ത് കണ്ട. പിന്നെ ഇപ്പോ ഈ സൈഡിലെന്തോ ഫാമാണ്. അവിടെ ഒരു കുളമൊക്കെ ഉണ്ട്. നല്ല വെയിലാ. ഈ ഭാഗത്താണെങ്കിൽ ഒരു പാടം കണ്ടോ, അവിടെ ഫുള്ള് വാഴ കൃഷിയാണ്. വാഴ. ആ പാറന്റെ മുകളിലാണ് നമുക്ക് പോകാനുള്ളത്. ആ പാറന്റെ കണ്ടോ, അന്തപ്പാറ. എന്തായാലും പോയി നോക്കാം. ശ്രീഹരി മച്ചാൻ ഇവിടെ തണലത്തിരിക്കാണ്. ഒരു രക്ഷയില്ല. നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പോയേക്കാം. ഇവിടെ അപ്പുറത്തൊരു തോടുണ്ട്. പിന്നെ ഇതിന്റെ ഈ ഭാഗത്ത്, ഈ സൈഡിന്റെ ഭാഗത്ത് ചെറിയൊരു വേറെ തോട്. കേട്ടോ, പക്ഷെ ഇതിലൊന്നും വെള്ളമില്ല. ആദ്യം വൈബിളുള്ള ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് കുറച്ച് ഓറഞ്ച് കഴിക്കാവാ അല്ലേ, വാങ്ങി വെച്ചിട്ടുണ്ടാ. കിട്ടുന്ന ഓറഞ്ച് ഇട്ടാ. മച്ചന്മാരെ നല്ലൊരു കിടിലൻ നല്ലൊരു വ്യൂ ആട്ടോ ഈ പാലത്തിന്റെ അവിടെ. നല്ല വ്യൂ ആണ്. അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് അനങ്ങാമലന്റെ അടുത്തേക്ക് പോകാം അല്ലേ, പോയി നോക്കാം. പാലക്കാടിന്റെ വൈബ് പറഞ്ഞ ഒരു പ്രത്യേക റേഞ്ചാണ്, ഒരു രക്ഷയില്ല. നല്ല കിടിലൻ ഡ്രോൺ വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാവും ഈ പാലത്തിന്റെ മുകളിൽ നിന്നുള്ള ആ വ്യൂ. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒടുവിൽ അപ്പം മച്ചന്മാരെ ഇനി നമുക്ക് നേരെ അനങ്ങാമലയിലേക്ക് പോവാം.
ഈ നമ്മൾ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ അവിടെ നിർത്തി ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ എടുത്തു എന്നേ ഉള്ളൂ. അവിടെ സ്ഥിരമായിട്ടിത് കാണുന്നവർക്ക് ഒരു പക്ഷേ കൗതുകമായി തോന്നിയില്ല, നമുക്കത് കൗതുകമായി. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.